ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ കറി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും. ചപ്പാത്തി, ചോറ്, അങ്ങനെ നമുക്ക് ഏതിൻ്റെ കൂടെയും പോകുന്ന ഒരു സൂപ്പർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, സവോളയൊന്നും വേണ്ടാത്ത ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ പുളി ഇല്ലാത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തക്കാളി ആണെങ്കിൽ 2 എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതേപോലെ കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് മുറിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. ഈ പുഴുങ്ങിയ മുട്ട നമുക്ക് കഷ്ണങ്ങളാക്കി ഞാനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഒരു 4 എണ്ണമായിട്ട് അങ്ങ് മുറിച്ച് അങ്ങ് ഇട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഞാൻ പറയുക, ഇങ്ങനെ മുറിച്ചിടുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ ആകെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന തരത്തിലാണല്ലോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ മുറിച്ചിട്ടാൽ മതിയാവും. ഇനി നമുക്ക് ഈ ഒരു കറിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. ഇതിനകത്ത് നമ്മൾ സവോളയൊന്നും ഉപയോഗിക്കുന്നില്ല, വലിയ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഈ മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മിനിറ്റിനകത്തൊക്കെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ശരി, ഞാൻ മുട്ട ഒന്ന് പെട്ടെന്ന് തന്നെ മുറിച്ചിടുന്നുണ്ട്. അങ്ങനെ മുട്ട ഇവിടെ റെഡിയാണ്. ഒരു ബൗളിനകത്ത്, മറ്റൊരു പ്ലേറ്റിനകത്ത് നമ്മുടെ തക്കാളി നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു മീഡിയം സൈസ് ക്യൂബിൽ അരിഞ്ഞാൽ മതിയാവും. അപ്പോൾ അതും റെഡിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ വലിപ്പമുള്ള 2 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാണ് ചെയ്യുന്നത്, അരിഞ്ഞെടുക്കല്ല കേട്ടോ. ചതച്ച് നമ്മൾ ആ ഒരു എണ്ണയിൽ മൂപ്പിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇനി പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിനൊരു സ്വാദ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കടുകോ നല്ല ജീരകമൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ അതിനായിട്ട് ഒരു പച്ചമുളക് നടുവേ കീറിയതും പിന്നെ നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ഇതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. ഒത്തിരി അങ്ങ് കരിച്ച് കളറൊന്നും മാറ്റിയെടുക്കണ്ട. ഇത് മൂത്ത് വരുമ്പോഴുള്ള നല്ലൊരു സ്മെല്ല് വരുന്നൊരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിനകത്തോട്ട് ഇടാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ചെന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം. പിന്നെ ഈ തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ ഇത് അടി പിടിക്കൊന്നുമില്ല. തക്കാളിക്കകത്ത് അത്യാവശ്യം ജലാംശമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു വെള്ളം ഇതിനകത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് വെള്ളവും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതും ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഇളക്കി കൊടുത്തേണ്ടേയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുത്തൽ വരും കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. ഈ 3 പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും ഞാനൊന്ന് പറയാം. നമുക്ക് ലോ ഫ്ലെയിമിനകത്ത് ഇട്ടിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ചേർക്കാൻ. എന്നിട്ട് ഇതെന്താ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ഇതിനകത്ത് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് മനഃപൂർവ്വം ചേർക്കാഞ്ഞതാണ്, മറന്നതല്ല. ഈ ഒരു സമയത്ത് ചേർത്താൽ മതിയാവും. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയിലയുടെ ഫ്ലേവറാണ് ഇതിന് ടേസ്റ്റ്. കറിവേപ്പിലേനേക്കാളും ടേസ്റ്റ് മല്ലിയിലയാണ്. അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയാണെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. വളരെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒത്തിരി കുത്തി ഇളക്കരുത്. അന്നേരം മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. നമുക്ക്
ജസ്റ്റ് ഒന്ന് ആ ഒരു മസാലയ്ക്ക് ഒന്ന് പുരണ്ട എന്താ പറയുക, ആ ഒരു മുട്ടയിൽ ഒന്ന് പറ്റിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഗ്രേവി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയൊക്കെ ഉള്ള ഒരു കറിയാണ്. ഇന്ന് ഞാനിവിടെ ചപ്പാത്തിക്ക് വേണ്ടി എന്ത് കറി ഉണ്ടാക്കുന്ന ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് പിന്നെ ഇത് ഉണ്ടാക്കാമെന്ന് ഓർത്ത്. കാരണം ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ, ഒരു സൈഡിൽ മുട്ട പുഴുങ്ങാനിടുക, മറ്റൊരു സ്ഥലത്ത് തക്കാളി മുറിക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. ചോറിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഇപ്പം നൊയമ്പൊക്കെയാണ്, അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് കഴിക്കും എന്നൊക്കെ ഓർത്ത് ഇറച്ചിയൊക്കെ കഴിക്കാൻ പറ്റാത്തൊരു സമയത്ത് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അത്രയും രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.